പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുവെന്നോ അത്തരമൊരു പ്രയോഗം തന്നെ അതിലില്ല. അത് പിന്നെ അദ്ദേഹം അങ്ങ് വെച്ച് തീർക്കുകയാണ്. അപ്പം ഹദീസിൽ എവിടെയും അങ്ങനെ പരാമർശം വന്നിട്ടില്ല. പ്രവാചകന്റെ ബുദ്ധിക്ക് അത് ബാധിച്ചിട്ടുണ്ട് എന്ന് ഇത്തരം ആളുകൾ ന്യായീകരണങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് ഖുർആൻ നിഷേധത്തിലേക്കായിരിക്കും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ദുർവ്യാഖ്യാനിക്കാൻ എല്ലാ കാലഘട്ടത്തിലും പല ആളുകളും ശ്രമിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും അസഹായ സ്വഹീഹായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ വരെ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അതിലെ ചില ഹദീസുകളെ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണത ഈ അടുത്ത കാലഘട്ടത്തിലായി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നമുക്ക് ആദ്യം ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കേൾക്കാം. പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട്, അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5763 നമ്പർ ഹദീസ്, അതിൽ ഇപ്രകാരം കാണാം: യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷേ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. 3171 നമ്പർ ഹദീസ്, ഹത്താ കാന യുഹയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅൻ വലൻ യസ്നഉഹു. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. 5765 ഹദീസ്, ഹത്താ കാന യറഉ അന്നഹു യഅ്തിയൻ നിസാ വലാ യഅ്തിയഹുന്ന. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് പ്രവാചകന് തോന്നുന്നു, പക്ഷേ സമീപിച്ചിട്ടുണ്ടാവുകയില്ല. 5766 നമ്പർ, ഹത്താ ഇന്നഹു ലാ യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലു. നേരത്തെ പറഞ്ഞ അതേ ആശയം. 6063 നമ്പർ ഹദീസ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, ഇങ്ങനെയൊക്കെ നബി കഴിച്ചുകൂട്ടി. യുഹയ്യലു ഇലൈഹി അന്നഹു യഅ്തി അഹ്ലഹു വലാ യഅ്തി. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് തോന്നും, പക്ഷേ ചെന്നിട്ടുണ്ടാവുകയില്ല. 6391 നമ്പർ ഹദീസ്, തുബ്ബ ഹത്താ ഇന്നഹു ല യുഹയ്യലു ഇലൈഹി ഖദ് സനഅ ശൈഅ വമാ സനഅഹു. ഇവല്ലതും ചെയ്തു എന്ന് തോന്നും, ചെയ്തിട്ടുണ്ടാവുകയില്ല. അപ്പോൾ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറു സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അലിമദനി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? യഥാർത്ഥ അദ്ദേഹം ഉദ്ദേശിച്ചൊരു ആശയം അത് സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ പരാമർശിച്ചത്. ഇപ്പോൾ ഈ ഒരു സംസാരത്തിൽ അദ്ദേഹം 1.5 മിനിറ്റിനുള്ളിൽ 6 ഹദീസാണ് സ്വഹീഹ് ബുഖാരിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത്. ആ ഒന്നിൽ പോലും പ്രവാചകരുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം പോലുമില്ല. പ്രവാചകരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടായെന്നോ, അത് മാന്യം സംഭവിച്ചുവെന്നോ, ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുവെന്നോ അത്തരമൊരു പ്രയോഗം തന്നെ അതിലില്ല. അത് പിന്നെ അദ്ദേഹം അങ്ങ് വെച്ച് തീർക്കുകയാണ്. അപ്പോൾ ഹദീസിൽ എവിടെയും അങ്ങനെ പരാമർശം വന്നിട്ടില്ല. ഇത് നമ്മൾ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഈ ഹദീസ് കൈകാര്യം ചെയ്തു പോകുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെല്ലാവരും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ഒന്നാണ്. ഇത് ബുദ്ധിയെ ബാധിച്ചിട്ടില്ല, നബിയുടെ വഹീനെ ബാധിച്ചിട്ടില്ല, നബിയുടെ അഖീദയെ ബാധിച്ചിട്ടില്ല. ദുന്യവിയായ ചില വിഷയത്തിൽ മാത്രമാണ് പ്രവാചകർക്ക് ചില സ്വാധീനങ്ങൾ ഇതുവഴി ഉണ്ടായത് എന്നാണ്. ഈ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ ഈ സംഭവം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. യഹൂദികൾ പ്രവാചകർക്കെതിരെ വ്യത്യസ്തമായ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവർ നബിക്ക് വിഷം കൊടുത്തിട്ടുണ്ട്, അവർ നബിയെ കൊല്ലാൻ പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പരിശ്രമമായിരുന്നു ആ നാട്ടിലെ അറിയപ്പെട്ട സാഹിറായ ലബീദ് ഇബ്നു അഅ്സം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവർ ഒന്നിച്ചുകൂടി ഒരു ഫീസൊക്കെ നിശ്ചയിച്ച് അതിന് സാമ്പത്തികമായ സഹായം അവർ ആളുകളിൽ നിന്ന് പിരിവായി എടുത്തുകൊണ്ടുവരെ ആ പണം കൊടുത്ത് ലബീദിനെ കൊണ്ട് പ്രവാചകർക്കെതിരെ സിഹ്ർ ചെയ്യിക്കുക എന്നത് അവർ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു. മാത്രമല്ല, ആ സിഹ്ർ ചെയ്യിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ചില ഹദീസുകളിൽ കാണാം, ലബീദ് ഇബ്നു അഅ്സമിൻ്റെ സഹോദരി അവർ പറഞ്ഞുവെന്നാണ്, ഈ യക്കുൻ നബിയൻ ഫസയുഖ്ബർ വ ഇല്ല ഫസയുദ്ഹിലുഹു ഹാദ സിഹർ ഹത്താ യദ്ഹബ അഖ്ലുഹു. ഇത് ശരിയായ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകർക്ക് അല്ലാഹു തആല വഹയിലൂടെ ഇതിൻ്റെ യാഥാർത്ഥ്യം വിവരിച്ച് വ്യക്തമാക്കി കൊടുക്കും. ഇനി അതല്ല, ഇയാൾ ശരിയായ പ്രവാചകനല്ല, വ്യാജനാണ് എങ്കിൽ അതോടുകൂടി ആ പ്രവാചകൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് ആ പ്രവാചകൻ്റെ ശിർറതോടുകൂടി തീരുകയും ചെയ്യും എന്ന് ലബീദിൻ്റെ സഹോദരി പറഞ്ഞുവെന്നും അത് ഉദ്ധരിച്ചതിന് ശേഷം
ഇബ്നു സഈദ് പറയാണ്, ഖുൽതു ഞാൻ പറയുന്നു, ഫവഖഅ ശിഖുൽ അവ്വൽ, ലബീദ് സഹോദരി പറഞ്ഞ രണ്ടിൽ ആദ്യത്തേതാണ് സംഭവിച്ചത്. അപ്പം ലബീദിൻ്റെ സഹോദരിയുടെ ഒരു വിമർശനം, അവരുടെ ഒരു ആഗ്രഹമായിരുന്നു നബിയുടെ ബുദ്ധിക്ക് തകരാർ സംഭവിച്ച് നബി അതോടുകൂടി ഇല്ലാതായി പോവുക. അപ്പം നബി അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, നബി ആണെങ്കിലോ അതൊന്നും സംഭവിക്കില്ല, അള്ളാഹു തആല വഹി നൽകും, അതിലൂടെ പ്രവാചകന് ഇതിൻ്റെ വസ്തുത മനസ്സിലാകാനും കഴിയും എന്നാണ് അവരെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അവർ പറഞ്ഞ രണ്ടിൽ ഒന്നാമത്തേതാണ് സംഭവിച്ചത്, രണ്ടാമത്തെ സംഭവിച്ചിട്ടില്ല. ഇവിടെ രണ്ടാമത്തെ സംഭവിച്ചു എന്നാണ് ഇവരിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ യഹൂദികൾ സിഹിർ ചെയ്തു. ലബീദ് ഇബ്നു അഅ്സം എന്ന് പറയുന്ന ഒരു അറിയപ്പെട്ട സാഹിറായ യഹൂദി, അവൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സിഹിർ ചെയ്തു. അതിൻ്റെ ഫലമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ചില പ്രയാസങ്ങൾ ശാരീരികമായിട്ടുണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് നബിക്ക് അനുഭവപ്പെട്ടു, ചില പ്രയാസങ്ങളുണ്ടായി. നബി അള്ളാഹുവിന് ദുആ ചെയ്തു, അള്ളാഹു തആല അതിന് പ്രതിവിധി അറിയിച്ചു കൊടുത്തു, മലക്കൾ വന്നു, ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തു, രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു, അതുകൂടി അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്തു. ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ പ്രവാചകരാണ് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. ഒന്നിപ്പോൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലബീദ് ഇബ്നു അഅ്സമിൻ്റെ സഹോദരി പറഞ്ഞ വാക്ക്, ശരിയായ നബിയാണെങ്കിൽ അള്ളാഹു തആല വിവരം നൽകും, അള്ളാഹു തആല വിവരം നൽകി. അപ്പോൾ ക്ലിയറായി ഇത് ശരിയായ നബിയാണ് എന്ന് തെളിവായി അത് സ്ഥാപിക്കപ്പെട്ടു. ഇമാം ബൈഹഖി റഹിമഹുള്ളയുടെ ദലായിലുൻ നുബുവ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് പ്രവാചകത്വത്തിന് ദലീലായി പറയാവുന്ന ആയത്തുകളെയും ഹദീസുകളെയും സംഭവങ്ങളെയുമാണ് അദ്ദേഹം ആ കിതാബിൽ പരാമർശിക്കുന്നത്. അതിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. നബിതങ്ങളുടെ നുബുവത്തിന്, പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് ഈ സംഭവത്തെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു സമർത്ഥിക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളുടെയും അതേപോലെ യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ഒക്കെ വിമർശനമായിരുന്നു പ്രവാചകൻ സാഹിറാണ് എന്ന്. അപ്പോൾ സാഹിറായതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്, സാഹിറായതുകൊണ്ടാണ് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നത്, അത് നബിയൊന്നുമല്ല, അള്ളാഹുവിൻ്റെ വഹയൊന്നുമില്ല, മുഅ്ജിസത്തല്ല എന്നാണ് അവരുടെ വാദം. എന്നിട്ട് അവർ ആ പ്രവാചകർക്കെതിരെ സിഹിർ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും സാഹിറിന് സിഹിർ ബാധിക്കുകയില്ല. സാഹിർ ശൈത്താൻ്റെ ആളാണ്. അതുകൊണ്ട് ശൈത്താൻ ഉപയോഗിച്ച് ചെയ്യുന്ന സിഹിർ ശൈത്താൻ്റെ ഒരു ഏജൻസിയെ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. അപ്പോൾ സാഹിറിന് സിഹിർ ബാധിക്കില്ല. ഇവർ സിഹിർ ചെയ്തു, അതിന് ചില സ്വാധീനങ്ങൾ പ്രവാചകർക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ബോധ്യമായി ഇത് സാഹിറല്ല. സാഹിർ അല്ലെങ്കിൽ പിന്നെ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നതും ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെയാണ്? വഹയ് പ്രകാരമാണ്. അപ്പം നബിതങ്ങൾ നബിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവാണ് ഇവർ സിഹിർ ബാധിച്ചു എന്നുള്ളത്. എന്ന നിലയ്ക്ക് ഇമാം ബൈഹഖി റഹിമഹുല്ലാ ദലായിലുൻ നുബുവയിൽ ഈ ഹദീസ് അദ്ദേഹം കൊടുക്കുന്നു. നുബുവത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് പരാമർശിക്കുന്നത്. ഒരിക്കലും പ്രവാചകർക്ക് ഇതൊരു മോശത്തരമായിട്ടല്ല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും കണ്ടത്. നബിതങ്ങളുടെ മേന്മ ഒന്നുകൂടി വർദ്ധിക്കാനും, നബിതങ്ങളുടെ മഹത്വത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും, നബിതങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമെന്ന അള്ളാഹിൻ്റെ വാഗ്ദാനം സത്യപ്പെടുത്തിയത് പ്രവർത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കാനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം കൂടെ ഉണ്ടായത്. അതോടൊപ്പം യഹൂദികളുടെ ശത്രുത എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത്, സിഹിർ കൊണ്ട് അവർക്ക് എത്രയേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല വശങ്ങൾ, ഒരുപാട് ഖൈറുകൾ ഇതിലൂടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്ക് ഈ ഹദീസുകളൊക്കെ നിരാകരിക്കണം. അതിനവർ കണ്ടെത്തിയ വഴിയാണ് ഇല്ലാത്ത അർത്ഥങ്ങൾ ഇതിനെല്ലാം ചമച്ചുണ്ടാക്കി ഈ റിപ്പോർട്ടുകളെ വായിച്ച് കണ്ടു, അപ്പം നബിയുടെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരുന്നില്ല, ബുദ്ധിയെ ബാധിച്ചു എന്നാണ് സ്ഥാപിക്കുന്നത്. ഈ വായിച്ച 6 റിപ്പോർട്ടിൽ എവിടെയാണ് നബി തങ്ങളുടെ ബുദ്ധിയെ ബാധിച്ചു എന്നുള്ളത്? ഒരു സ്ഥലത്തും ഇല്ല. മാത്രമല്ല ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഈ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ചിട്ട് ഈ പറയപ്പെട്ട മുഴുവൻ റിപ്പോർട്ടുകളും ഫത്തുൽ ബാരി നമുക്ക് കാണാം. ഫത്തുൽ ബാരി ഈ ഹദീസുകൾ മൊത്തം ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ഈ എല്ലാ ഉദ്ധരണികളും എടുത്തു വെക്കുകയാണ്. എന്ന് അവസാനം ഇമാം അസ്ഖാരി കൊടുക്കുക, ഖാല ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഫളഹറ ബിഹാദ, ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് വ്യക്തമാകുന്നു അന്ന സിഹ്റ ഇന്നമാ തസല്ലത അലാ ജസദിഹി വലവാഹിരി ജവാരിഹി, നബിതങ്ങളുടെ ശരീരത്തെയും നബിതങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങളെയും മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ. ലാ അലാ തംയീസിഹി വ മുഅ്തഖദിഹി, നബിതങ്ങളുടെ വകതിരിവിനെ, നബിതങ്ങളുടെ ബുദ്ധിയെ, നബിതങ്ങളുടെ വിശ്വാസത്തെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല. നബിതങ്ങളുടെ ശരീരത്തെയും ബാഹ്യമായ അവയവങ്ങളെയും മാത്രമേ ബാധിച്ചുള്ളൂ എന്ന് ഈ റിപ്പോർട്ടുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഏത് റിപ്പോർട്ട്? അലി മദനി പറഞ്ഞ ഇതേ റിപ്പോർട്ടുകൾ എണ്ണി പറഞ്ഞ ശേഷം പറയാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യമായി നബിയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. അതെല്ലാം വെച്ച് നോക്കി അദ്ദേഹത്തിന് ബോധ്യമാകുന്നു നബിയുടെ ബുദ്ധിയെ ബാധിച്ചു ഇല്ല എന്നാണ്.
അല്ലാതെ നബീൻ്റെ ഇത് വായിച്ചൊന്നുമല്ല. പിന്നെ അദ്ദേഹം ചെയ്തൊരു കൃത്രിമുണ്ടതിൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം പിന്നെ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു, സമീപിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്തു എന്ന് തോന്നുന്നു, ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബുദ്ധിക്ക് കുഴപ്പമില്ലേ എന്നാണ് അദ്ദേഹം പിന്നെ സമർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നി, സമീപിച്ചിട്ടില്ല എന്നല്ല. അദ്ദേഹം വായിച്ചതിൽ തന്നെ വായിച്ചെന്താണ്, ഹത്താക്കാണ് യറ അന്നഹു യഅ്തിൻ നിസാ വലാ യഅ്തിഹിന്ന. അന്നഹു യഅ്തിൻ നിസാ മുളാരിയായ പ്രയോഗമാണ്, അല്ലാതെ മാളിയല്ല, ഭൂതകാല ക്രിയയല്ല. പക്ഷെ അർത്ഥം വെച്ചതോ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു, സമീപിച്ചിട്ടുണ്ടാവുകയില്ല. സമീപിച്ചു തോന്നുന്നതല്ല, സമീപിക്കണമെന്ന് പ്രവാചകർക്ക് താല്പര്യമുണ്ട്. പക്ഷേ സമീപിക്കാൻ ചെല്ലുമ്പോൾ പ്രവാചകർക്ക് അതിനുള്ള ഉന്മേഷം ലഭിക്കുന്നില്ല. മാത്രമല്ല ഈ റിവായത്ത് വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ വിശദിച്ച് കാണാൻ കഴിയും. ഇമാം ദാവൂദ് റഹ്മത്തുള്ളാഹി പറയാണ്, ഇവിടെ യറ എന്നും യുറ എന്നും വായിക്കാം. ഹത്താക്കാണ് യുറ അന്നഹു യഅ്തിൻ നിസാ ബി ലമ്മി അവ്വലിഹി, അതായത് ലമ്മ് ചെയ്തു യുറ, അതായത് ഐ യലുന്നു യുലന്നു. നബിക്ക് അങ്ങനെ ഒരു തോന്നൽ, ഇത് ഭാര്യമാരെ സമീപിക്കണം എന്ന് നബിക്ക് തോന്നൽ വരുന്നു. വഖാല ഇബ്നു തീൻ ലബതത് യുറ ബി ഫത്ഹി അവ്വലിഹി, യുറ എന്നല്ല, അതിൻ്റെ അത് ഫത്ഹ് ചെയ്തുകൊണ്ട് യറ എന്നുമുണ്ട്. ഖുൽതു ഹു മിനർ റഅയി ലാ മിനർ റുഅയത്തി, അത് റുഅയത്ത് കാണുക എന്ന അർത്ഥത്തിലല്ല, റഅയി അഭിപ്രായപ്പെടുക എന്നാണ്. അപ്പം നബിതങ്ങൾക്ക് അഭിപ്രായമുണ്ട്, നബിതങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, ഇന്ന് ഭാര്യമാരുമായി ബന്ധപ്പെടണം. പക്ഷെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഉന്മേഷം ലഭിക്കുന്നില്ല എന്നാണ് ഇതിലുള്ളത്. ഫയർജു യാ മൈനൽ വന്നി. ഇതിന് ശേഷം പറയാണ്, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം വീണ്ടും പറയുന്നു, പ്രവാചകൻ ഭാര്യമാരെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ലാ യൽസമു മിൻ അന്നഹു കന യളുന്നു അന്നഹു ഫഅല ശൈഅ വലം യകുൻ ഫഅലഹു അൻ യജ്മ ബിഫിഅലിഹി ദാലിക. ഒരു കാര്യം നബി ചെയ്യണമെന്ന് തോന്നി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ചെയ്യാൻ കഴിയാതെ പോവുക എന്നല്ല. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ല. ചെയ്യണമെന്ന് നബിക്ക് മനസ്സിലൊരു ആഗ്രഹം, പക്ഷെ ചെയ്യാനൊട്ട് ഉന്മേഷം ലഭിക്കുന്നില്ല എന്നേ ഇതിലുള്ളൂ എന്ന് വരെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നു. മാത്രവുമല്ല ഇവിടെ യുഖയ്യലു എന്നാണല്ലോ. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി പറയാണ്, യുഹ്തമലു അൻ യകൂന മുറാദു ബിത്തഖ്യീരി അൽ മദ്കൂർ അൻഹു യൽഹറു ലഹു മിൻ നശാത്തിഹി. നബിതങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാനുള്ള നശാത്തുണ്ട്, അതിനുള്ള ഒരു ഉന്മേഷമുണ്ട്, അതിനുള്ള ശേഷിയുണ്ട് എന്ന് നബിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നു. മാ അലിഫഹു മിൻ സാബിഖ ആദത്തിഹി, നബിതങ്ങളുടെ സാധാരണ പതിവനുസരിച്ച് ഇന്ന് ഭാര്യമാരുമായി ബന്ധപ്പെടാനുള്ള ശേഷിയുണ്ട് എന്ന് നബിതങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അത് എന്താണ് ആദത്ത് മിൻ ഇഖ്തിദാരി അൽ വത്ഇ ഫൈദാ ദനാ മിൻ മർഅത്തി ഫതർ അൻ ദാലിക. എന്നാൽ സ്ത്രീകളുമായി അടുത്തെത്തുമ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെടാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നു, ഉന്മേഷക്കുറവ് ഉണ്ടാകുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. അല്ല നബി ബന്ധപ്പെട്ടു എന്ന് നബിക്ക് തോന്നി, എന്നിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് ആയിഷ ബീവി പറയുക എന്നൊന്നുമല്ല. ഇദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിലക്കുള്ള ചില സംഗതികൾ മാത്രമാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നബി തങ്ങളുടെ ശരീരത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, നബിയുടെ വകതിരിവിനെയോ ബുദ്ധിയെയോ ചിന്തയെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി അവർ ഈ റിവായത്ത് വെച്ചിട്ടാണ് സ്ഥാപിക്കുന്നത്. അതേ റിവായത്ത് വായിച്ച് ഇല്ലാത്ത അർത്ഥം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹം പറയുകയാണ് നബിയുടെ ബുദ്ധിയെ ബാധിച്ചു എന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല യഥാർത്ഥത്തിൽ മുമ്പൊരു പ്രൂഫ് പോയിന്റിൽ നമ്മൾ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് എടുത്തിരുന്നു. ആ ചർച്ചയെ തുടർന്ന് ജനുവരി 2-ാം തീയതി ഈ വിഷയത്തിൽ ഒരു വൈജ്ഞാനിക ചർച്ച തന്നെ, സിഹറുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ചർച്ച തന്നെ നമ്മളൊരു ദിവസം ഒരു 5 മണിക്കൂറിലേറെ സമയം നീണ്ടു നിന്ന ഒരു വിശദമായൊരു ചർച്ച യൂട്യൂബിൽ നമുക്കത് ലഭ്യമാണ്. ആ ചർച്ചയിൽ ഈ സംസാരിച്ച അലിമദിനടക്കം മറുഭാഗത്തുനിന്ന് അവിടെ സന്നിഹിതമായിട്ടുണ്ട്. അവിടെ ഷബാബിൽ ഇതേ വാചകം ഇവർ എഴുതിയത് നബിയുടെ ബുദ്ധിയെ ബാധിച്ചുവെന്ന് ഇവർ തന്നെ എഴുതിയത് പൊക്കിക്കാണിച്ചുകൊണ്ട്, അതെ അലിമദനി എഴുതി, ഷബാബിൽ അലിമദനി എഴുതിയത് നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അത് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന അലിമദനി ഈ പറഞ്ഞ കളവാണ്, ഈ എഴുതി കളവാണ്, തെളിയിക്കണം എന്ന് പറയുകയും യഥാർത്ഥത്തിൽ അലിമദനിയുമായിട്ടായിരുന്നില്ല നമ്മുടെ സംവാദത്തിൽ സംസാരിക്കണം ധാരണ എന്നോട് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ അലിമദനിക്ക് സംസാരിക്കാം, ഇനി ഈ സമയം നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ലെങ്കിൽ അധികമായ സമയം തരാം, 5 മിനിറ്റോ 10 മിനിറ്റോ അധികം തരാം, ഈ കളവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുവരെ ചോദിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതെ മാസ്ക് ധരിച്ച് മൗനം പാലിച്ച് ഇരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വേണമെങ്കിൽ ആ ഭാഗം നമുക്ക് നമ്മൾ അന്ന് പറഞ്ഞ ആ ഭാഗം കേൾക്കാം. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ, ഹദീസുകളെ പേരിൽ, അത് ഉദ്ദേശിച്ച ഇമാമിയങ്ങളെ പേരിൽ ശുദ്ധമായ കളവ് ഈ ഇരിക്കുന്ന അലി മദനി ഇത് എവിടെയുള്ളത്? സിഹർ ബാധിച്ച് നബിതങ്ങൾക്ക് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്ന് ഏത് റിപ്പോർട്ടിലാണ് ഉള്ളത്? അത് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നബിയുടെ ബുദ്ധിക്ക് സിഹർ ബാധിച്ചു എന്ന് ഒരൊറ്റ മുഹദ്ദിസും പറഞ്ഞിട്ടില്ല.
ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫത്തുൽ ബാരി വായിച്ചാലോ, അവിടെ അടക്കം പറഞ്ഞു. ഫത്തുൽ ബാരി മാസ്കമി പറഞ്ഞു ബുദ്ധിയെ ബാധിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ ബുദ്ധിയെ ബാധിച്ചു എന്ന് എഴുതിച്ചത്. അപ്പോൾ ആ നബിയെ മോശമാക്കി നിങ്ങളാണ് ആ പണി അവസാനിപ്പിക്കണം. നിങ്ങൾ ബുഖാരിനെ പൂർണ്ണമായും തള്ളും, എഴുതിച്ചോളി, പൂർണ്ണമായും തള്ളും. നിങ്ങൾ കണ്ണൂർ 10 മുമ്പത്തെ സംഭാഷണങ്ങൾ പറഞ്ഞാൽ സനദിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിന്. ഇപ്പം സനദിൽ കുഴപ്പമുണ്ടായി. ഇനി ബുഖാരി മൊത്തം തള്ളും, മുസ്ലിം തള്ളും, ഹദീസ് പൂർണ്ണമായും തള്ളും, അവസാനം ഖുർആാനും വേണ്ട അറിയും. അവസാനം എൻ്റെ 50 നഷ്ടമായി എന്ന് മറ്റോ പറഞ്ഞ പോലെ പറയേണ്ടി വരും. അതുണ്ടാവും, നോക്കിക്കോളി നിങ്ങൾ. നബി തങ്ങളുടെ ബുദ്ധിക്ക് ഈ സിഹർ കൊണ്ട് യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. നബിയുടെ വഹയിന് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അള്ളാഹു തല കാക്കുമെന്ന് അല്ല ഏറ്റതാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ല നിങ്ങൾ സംരക്ഷിക്കുന്ന അല്ല പറഞ്ഞാണ്. അല്ല സംരക്ഷിച്ചു. ജൂതന്മാർ കൊല്ലാൻ ശ്രമിച്ചു പല രൂപത്തിൽ. അതിൽ ഒന്നായിരുന്നു സിഹർ ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചത്. അല്ല സംരക്ഷിച്ചു. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അല്ല സംരക്ഷിച്ചു. ഇനി നാളെ പിറ്റേ നിങ്ങൾക്ക് പറയേണ്ടി വരും ജൂതന്മാർ വിഷം കൊടുത്തു എന്ന ഹദീസ് ഈ ആയത്തിന് എതിരാണ്. കാരണം എന്താ? വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ല പറഞ്ഞതിലേക്ക് ആക്കുമെന്ന്, പക്ഷെ വിഷം കൊടുത്തു പറഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഹദീസ് ശരിയല്ല എന്ന് പറയേണ്ടി വരും. അതെ, വ്യക്തമായിട്ട് അവരെ മുഖത്ത് നോക്കി വ്യക്തമായി നമ്മളന്ന് പ്രഖ്യാപിച്ചതാണ്. അവിടെ വായിച്ചിട്ടില്ല. അതെ, അന്ന് വായിച്ചില്ല മാത്രമല്ല എന്തെങ്കിലും പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. അത് ശരിയാണ്, ഞങ്ങൾ പിന്നീട് പറയാം, എന്തെങ്കിലും പറയാലോ, അതുപോലും ഇല്ലാതെയാണ് വീണ്ടും ഇതേപോലെ ആളുകൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് ഈ കളവ് ഇത് ശുദ്ധമായ കളവ് തന്നെയാണ്. ഒരു ഹദീസിലും അങ്ങനെ പ്രയോഗമില്ല. ഈ ഹദീസ് വിശദീകരിച്ച ഒരു പണ്ഡിതനും ആ നിലക്കതിന് വിശദീകരിച്ചിട്ടുമില്ല എന്നുള്ള വ്യക്തി. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ ഇപ്പോൾ മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഭാര്യമാരെ സമീപിച്ചു, പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല, അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്തു എന്ന് തോന്നും എന്നാൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ആ ഒരു കാലയളവ് സിഹറിൻ്റെ ഒരു 6 മാസം 8 ഒരു കാലയളവൊക്കെ അവർ പറഞ്ഞു. നബി ഇങ്ങനെ ഭ്രാന്തായിട്ട് നടക്കായിരുന്നു, അന്ന് വഹി ഇറങ്ങിയാൽ എന്താ ചെയ്യുക? എന്താണ് ശരിക്കും ഒരു വിശ്വാസി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതിൻ്റെ ഒരു ഭാഗം, യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ഈ സിഹർ കൊണ്ട് ഒരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ നേരത്തെ വായിച്ച നബിയുടെ ബാഹ്യമായ അവയവങ്ങളെ മാത്രമാണ് ഇതുകൊണ്ട് സ്വാധീനമുണ്ടാക്കിയത്. അത് നമ്മൾ മാത്രം പറയുന്ന ഒരു വിഷയമല്ല. ഇമാം മാസിർ റഹിമഹുല്ല ഈ ഹദീസെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ അല്ലാഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയെ നബി അല്ലാഹു തആല സ്ഥാപിച്ചതാണ്. ഏതൊരു ഫീമാ യുബല്ലിഗുഹു അനില്ലാഹി തആല വഅലാ ഇസ്മതിഹി ഫി തബ്ലീഗ്. അല്ലാഹു തആല നൽകിയ വഹയ് ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്നതിൽ അതിൽ പ്രവാചകൻ പാപസുരക്ഷിതരാണ്, നബി തങ്ങൾ സത്യസന്ധനാണ് എന്നുള്ളത് ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല വൽ മുഅ്ജിസാത്തു ഷാഹിദാത്തും ബി തസ്ദീഖിഹി, ഇതെല്ലാം സത്യമാണ് എന്ന് മുഅ്ജിസത്ത് കൊണ്ട് ഇവിടെ സ്ഥിരപ്പെട്ട കാര്യവുമാണ്. ഫതജ്വീസു മാ ഖാമ ദലീലു അലാ ഖിലാഫിഹി ബാത്തിൽ, അതിനെതിരായ ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് ബാത്തിലാണ്. കാരണം മുഅ്ജിസത്തുണ്ടായി, അല്ലാഹു വഹയ് കൊടുത്തു, നബി തങ്ങൾ മഅ്സൂമാണ് എന്ന് പറഞ്ഞു, അതിവിടെ 23 കൊല്ലക്കാലം നബി തങ്ങൾ ജീവിതം കൊണ്ട് ചെയ്ത് സ്ഥാപിച്ചു കൊടുത്തു. അതുകൊണ്ട് അതിനപ്പുറമുള്ളൊരു കാര്യം സംഭവിക്കും എന്ന് പറയൽ നിരർത്ഥകമുണ്ടാകാൻ പറ്റുന്നതില്ല. എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ, അല്ലത്തി ലം യുബ്അസ് ലി അജ്ലിഹ, ദുന്യാവിൻ്റെ കാര്യം പഠിപ്പിക്കാനല്ലല്ലോ നബിതങ്ങൾ വന്നത്. മാത്രമല്ല വലാ കാനത്ത് റിസാലത്തു മിൻ അജ്ലിഹ, നബിയെ പറഞ്ഞയച്ചതും ദുന്യാവിൻ്റെ കാര്യം പഠിപ്പിക്കാനല്ല, നബി അല്ലാഹു തആല പറഞ്ഞയച്ച ദീനിൻ്റെ കാര്യം പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ദീനിൻ്റെ കാര്യത്തിൽ യാതൊരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല, ദുന്യാവിൻ്റെ കാര്യം പഠിപ്പിക്കാനല്ല നബിതങ്ങൾ വന്നതും. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ നബിക്കുമുണ്ടാകാം. പ്രവാചകർക്ക് രോഗം ബാധിച്ചു, നബിതങ്ങൾ ബോധമില്ലാതെ കിടന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ ആ ബോധമില്ലാതെ കിടന്നപ്പോൾ വന്ന വഹയ് എന്താകും അത് ചോദിക്കേണ്ട കാര്യമില്ല. അന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ടെങ്കിൽ നബിതങ്ങൾക്ക് ജിബ്രീൽ അല്ല തോന്നിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ജിബ്രീൽ അല്ലാത്ത ഒരാൾ കാണുമ്പോൾ ജിബ്രീൽ തോന്നിയിട്ടുണ്ടാകുമോ? ഇല്ല. കാരണം വഹയിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ അല്ലാഹു സംരക്ഷിക്കുന്നത് അല്ലാഹു ഏറ്റതാണ്. ഭൗതികമായ പ്രവാചകങ്ങളുടെ മറവി നബിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിസ്കാരത്തിൽ പോലും നബിതങ്ങൾ മറന്നിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം പ്രവാചകർക്ക് വന്നൊരു വഹി നബി മറക്കുന്നതാണോ? അല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന രോഗങ്ങൾ അതൊക്കെ ഫഗൈറു ബഈദിൻ ഐ യുഖയ്യല ഇലൈഹി ഫി അംരിൻ മിൻ ഉമൂരി ദുനിയ മാ ലാ ഹഖീഖത ലഹു, ദുന്യവിയായ കാര്യത്തിൽ വാസ്തവമല്ലാത്തൊരു കാര്യം പ്രവാചകർക്ക് ഒരു തോന്നലുണ്ടാവുക എന്നത് അസംഭവ്യമല്ല, സംഭവിക്കാം. മാ ഇസ്മത്തിഹി അൻ മിസ്ലി ദാലിക ഫി ഉമൂരി ദുനിയ, ദുന്യാവിൻ്റെ കാര്യത്തിലോ അത് സംഭവ്യമാകാൻ പറ്റുകയും ചെയ്യും. മാത്രവുമല്ല വഖദ് ഖാല ബഅദുൻ നാസ് ഇന്നൽ മുറാദ ബിൽ ഹദീസ് അന്നഹു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു വത്തിഅ സൗജാതിഹി വലം യകുൻ വതഹുന്ന, പ്രവാചകൻ ഒരു കാര്യം ചെയ്യും, അത് ചെയ്യണം തോന്നുന്നു, ചെയ്തു തോന്നുന്നു, ചെയ്തിട്ടില്ലൊക്കെ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും കാര്യമല്ല.
പ്രവാചകനെ പത്നിമാരെ സമീപിക്കുന്ന വിഷയമാണ്. അപ്പം അല്ലാതെ നബിതങ്ങൾ ഭക്ഷണം കഴിച്ചു തോന്നുക ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചു തോന്നുക വെള്ളം കുടിച്ചിട്ടില്ല, അതൊന്നും അർത്ഥമില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു ഭാര്യമാരെ സമീപിക്കണമെന്ന് തോന്നുന്നു, സമീപിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നബിതങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാര്യം എന്താണ്? അത് ഇതേ കാര്യം തന്നെയാണ്. ഒരു റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞു എല്ലാം ഒന്നാണ്. ഭാര്യമാരെ സമീപിക്കണമെന്ന് പ്രവാചകൻ തോന്നുന്നു, പക്ഷേ സമീപിക്കാൻ നബിക്ക് കഴിയുന്നില്ല. അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വരെ പറഞ്ഞവർ ഉണ്ട്. എന്നിട്ട് ഇത്രയും ഇമാം മാസി ഇതും കൂടി പറഞ്ഞു, വഹാദ കസീറമായ കൗതഹയ്യുൽ ഇൻസാൻ ഫിൽ മനാം. പലപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവലുണ്ടല്ലോ. ഫലാ യബ്ഉദ യുഖല ഇലൈഹി ഫിൽ യഖ്ള. അത് ഉണർച്ചയിലും ഉണ്ടായി. അതൊരു വിദൂരമായ കാര്യമൊന്നുമല്ല. അപ്പോൾ അല്ലാതെ ഇവർ പറഞ്ഞത് കേട്ടാൽ നബി തങ്ങൾക്ക് പള്ളിയിൽ പോകണം തോന്നി, പള്ളിയിൽ പോകണില്ല, അല്ലെങ്കിൽ നിസ്കരിക്കണം തോന്നി, അല്ലെങ്കിൽ നിസ്കരിച്ചു എന്ന് തോന്നി, നിസ്കരിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചു എന്ന് തോന്നി, ഭക്ഷണം കഴിച്ചിട്ടില്ല, അതൊന്നും അതിനർത്ഥമില്ല. ആകെ ഉണ്ടായത് നബിതങ്ങൾക്ക് ചില ഉന്മേഷക്കുറവുകൾ അനുഭവപ്പെട്ടു. വിശേഷ്യ ഭാര്യമാരെ സമീപിക്കാൻ നബിതങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ സമീപിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രവാചക കാര്യമായി ഉണ്ടായ ഒന്ന്. വഹീനെ ഒരു നിലക്കും അത് ബാധിച്ചിട്ടില്ല, മതത്തിനെ ബാധിച്ചിട്ടില്ല, നബിയുടെ നബുവത്തിനെ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പണ്ഡിതന്മാർ എടുത്തു പറയുന്നു. അവർ പറഞ്ഞ ഹദീസുകളിൽ ഒരിക്കലും അവർക്ക് തെളിയിക്കാനും ആകെ ഉള്ളത് യുഹയ്യലുഹിന്നാണ്. ഞാനിപ്പോൾ ആ ഒരു ചോദ്യം ലുക്മാൻ ഹിക്കുമിനോട് ചോദിക്കാനുള്ളത്, അലിമദനിന്റെ ക്ലിപ്പ് നമ്മൾ കേട്ടല്ലേ, അതിൽ അദ്ദേഹം ധാരാളം തവണ പറയുന്നത് യുഹയ്യലു ഇലൈഹി എന്നുള്ള പദം അല്ലേ, ആ പദമാണ് ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അപ്പോൾ അവിടെ അവർ ഇതിനർത്ഥം വെക്കുക? ബിസ്മില്ലാ അൽഹംദുലില്ലാ. മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിക്കുന്ന അവിടെ ഫിറൗനിൻ്റെ അടുക്കൽ സാഹചര്യങ്ങളുമായി ഒരുമിച്ച് കൂടിയ ആ സന്ദർഭം ഭാഗത്താണ്. ഭാഗത്താണ് സൂറത്ത് തോഹയിലെ 66-ാമത്തെ ആയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം അവിടെ വിശദീകരിക്കുന്നത്. വളരെ വിശദമായി പറയുന്ന ഒരു ഭാഗമാണ്. യുഹയ്യലു ഇലൈഹി മിൻ സിഹിരിഹിം അന്നഹ തസ്ആ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മൂസാ നബിക്ക് അങ്ങനെ തോന്നിപ്പിച്ചു എന്നാണ്. അത് ഇളകി പോകുന്നത് പോലെ തോന്നിപ്പിച്ചു. ആ സാഹചര്യങ്ങൾ ചെയ്ത ആ കയറിട്ടപ്പോൾ അത് ഇളകി പോകുന്നത്, അത് പാമ്പായി ഇളകി പോകുന്നത് പോലെ തോന്നിച്ചു. അതിൽ അദ്ദേഹത്തിനൊരു പേടി തോന്നി എന്നുള്ളതൊക്കെയാണ് വിശദീകരണം നമുക്ക് കാണുന്നത്. സമാനമായ സംഭവം ഇവിടെ അതേ പദപ്രയോഗം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന യുഹയ്യലു ഇലൈഹി എന്ന അതേ പ്രയോഗം തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അതും സിഹ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ തോന്നിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാചകൻ്റെ ഇസ്മത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്, പ്രവാചകൻ്റെ ബുദ്ധിക്ക് അത് ബാധിച്ചിട്ടുണ്ട് എന്ന് ഇത്തരം ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ തെറ്റായ ന്യായീകരണങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് ഖുർആൻ നിഷേധത്തിലേക്കായിരിക്കും. കാരണം മൂസാ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ചിടത്തോളം ഫിറൗന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇന്നില അലുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നീയൊരു സിഹർ ബാധിക്കപ്പെട്ട ആളെ മസ്ഹൂറാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഫിറൗന് തന്നെ സൂറത്ത് ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്, ആ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയിട്ടുണ്ട്, അത് റസൂലിൻ്റെ ബുദ്ധിക്ക് പ്രശ്നമാക്കിയിട്ടുണ്ട് എന്ന് ഇവർ വാദിക്കുകയാണെങ്കിൽ അതേ വാദം ഖുർആനിലും വന്നു. മൂസാ അലൈഹി സ്വലാമക്ക് എന്ത് വന്നിട്ടുണ്ട്, സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, യുഹയ്യലു ഇലൈഹി അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ട് എന്ന് ഉള്ള ഒരു വാദത്തിലേക്ക് ഈ അലിമദനി അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു വാദത്തിലേക്ക് വരേണ്ടി വരും. അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് വരിക എന്താണെന്ന് വെച്ചാൽ ഖുർആൻ നിഷേധത്തിലേക്ക് അത് തള്ളിക്കളയണം എന്നുള്ള ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുമെന്നുള്ളൊരു ഗൗരവമായ ഒരു കാര്യം അവിടെ മൂസാ നബിയുടെയും ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചത് ഖുർആനിലുണ്ട് എന്ന് പറയേണ്ടി വരും. ബുഖാരി തള്ളിയതുപോലെ പിന്നെ അള്ളാഹ് പറഞ്ഞാലും അത് അപ്പടി സ്വീകരിക്കേണ്ട, ആലോചിച്ചും ചിന്തിച്ചൊക്കെ സ്വീകരിച്ചാലും മതി എന്ന് പറയുന്നിടത്തേക്ക് എത്തും. എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നല്ലോ പൈസമലി സംഭവത്തിൽ അവരോട് പറഞ്ഞൊരു വാചകം, നിങ്ങൾ ഇപ്പം ബുഖാരി തള്ളും മുസ്ലിം തള്ളും, നിങ്ങൾ ഖുർആനും കൂടെ തള്ളുമെന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമ്മേളനത്തിൽ അത്തരം ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. ഇവിടെ ഈ വിഷയത്തിൻ്റെ അവസാനത്തെ ഒരു ചോദ്യം, ഇപ്പോൾ ഇവർ പറഞ്ഞൊരു അസിലുണ്ടല്ലോ, ഇവരുണ്ടാക്കി വെച്ച ഈ അസിലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചരിത്രത്തിൽ ആരെങ്കിലും, ഇപ്പോൾ അലിമദനിയൊക്കെ പറയുന്ന ഇതേപോലെ ചരിത്രത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് അഹ്ലുസുന്നയിൽ ഇത്തരം ഒരു വാദം ഏതായിരുന്നാലും ഉണ്ടായിട്ടില്ല. സ്വഹാബത്ത് മുതൽ താബഈങ്ങൾ മുതൽ ഇതുവരെയുള്ള 1400 വർഷക്കാലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ എവിടെയും ഈ ഹദീസിനെ നിരാകരിക്കാനോ അല്ലെങ്കിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിഷേധിക്കുവാനോ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ വന്നവർ യഥാർത്ഥത്തിൽ ഒന്ന് മുഅ്തസിലിയാക്കളാണ്. അതായത് പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുന്ന,
ബുദ്ധിയും പ്രമാണവും എതിരായാൽ പ്രമാണത്തെയല്ല ബുദ്ധിയെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അടിസ്ഥാന ആശയമായി സ്വീകരിച്ചവരാണ് മുഅ്തസിലികൾ എന്ന് പറയുന്നവർ. 500ഓളം സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബത്തിലെ ദീനു പഠിച്ച പ്രഗത്ഭനായ താബിഈ പ്രമുഖരാണ് ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ല. 110 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയി പുതിയ ആശയമുണ്ടാക്കി രംഗത്ത് വന്ന ആളാണ് വാസിൽ ഇബ്നു അത്വാ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് മുഅ്തസിലികൾ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടവർ. അവരുടെ ഒരു അടിസ്ഥാന ആശയമാണ് പ്രമാണവും ബുദ്ധിയും എതിരായാൽ ബുദ്ധിക്കാണ് പരിഗണന. അൽ അഖ്ലു മുഖദ്ദമുൻ അലൻ നഖ്ൽ. കാരണം ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്. അതിനാൽ ബുദ്ധിയോട് യോജിക്കാത്തൊന്നും ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ബുദ്ധിയോട് യോജിക്കാത്തൊരു ഹദീസ് കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ബുദ്ധിയോട് യോജിക്കാത്തൊരു ആയത്ത് കണ്ടാൽ ആ ആയത്തിനെ ബുദ്ധിയോട് യോജിക്കുന്ന രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരണം എന്നതാണ് മുഅ്തസിലികളുടെ അടിസ്ഥാനം. അങ്ങനെ അവർ ഒരുപാട് ഹദീസ് നിഷേധിച്ചു. സംസമണത്തിൻ്റെ മഹത്വം നിഷേധിച്ചു, അതേപോലെ ഹജ്റുൽ അസ്വദിൻ്റെ മഹത്വത്തെ നിഷേധിച്ചു, അജ്വാ കാലത്ത് നിഷേധിച്ചു, സിറാത്തുൽ പാലം അവർ നിഷേധിച്ചു, മസീഹു ദജ്ജാലിൻ്റെ ആഗമനം നിഷേധിച്ചു, ഖബർ ശിക്ഷ, ഷഫാഅത്ത് തുടങ്ങി ധാരാളം കാര്യങ്ങൾ നിഷേധിച്ചു. ഏറ്റവും വലിയ അത്ഭുതം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ എന്ന വ്യഭിചരിച്ചവരെ 100 അടിക്കണം എന്ന ആയത്ത് ഓതി ഖുത്ബ നിർവഹിക്കുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഭാവിയിൽ ചില ആളുകൾ വരും, ഈ ആയത്ത് ഓതിയിട്ട് അവർ പറയും വ്യഭിചാരി അടിക്കാൻ മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ ഭാവിയിൽ വരാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞു കൊന്നിരിക്കുന്നു, അബൂബക്കറും ഉമറും അതിന് സാക്ഷികളായിരിക്കുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞത് അവർ ആ നിഷേധം അതിൽ മാത്രം ഒതുക്കുകയില്ല. അവർ ഷഫായത്തിനെ നിഷേധിക്കും, അവർ സിറാത്തിനെ നിഷേധിക്കും, അവർ ഈ പറയപ്പെട്ട എറിഞ്ഞുകൊല്ലനെ നിഷേധിക്കും, ഖബർ ശിക്ഷയെ നിഷേധിക്കും എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പ്രഖ്യാപിച്ച് ഇമാം ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫിൽ കാണാൻ കഴിയും നമുക്ക്. അത് തന്നെയാണ് പിന്നീട് മുഅ്തസിലികളുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതേ വിഷയങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഇവരും ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. മാത്രവുമല്ല അവർ അത് നിഷേധിക്കാൻ അന്നു കാരണം പറഞ്ഞത് ഈ ഹദീസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നബിയുടെ നുബുവത്തിന് അത് പ്രശ്നമല്ലേ, നബി മഅസൂമാണ്, പാപസുരക്ഷിതനാണ് എന്ന ആ ഒരു അടിസ്ഥാനം ഇല്ലാതായി പോവുകയില്ലേ, ആ സമയത്ത് വരുന്ന വഹയിന് പിന്നെ എന്താണ് ഒരു സത്യസന്ധത ഉള്ളത് എന്നൊക്കെയാണ് അവർ അതിന് ന്യായം പറഞ്ഞത്. ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖാനി റഹിമഹുല്ലാ ഈ ഹദീസ് ശർഹ് ചെയ്യുമ്പോൾ ഇമാം മാസിരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖാലൽ മാസിരി അൻകറൽ മുബ്തദിഅതു ഹാദൽ ഹദീസ്. അൻകറൽ മുബ്തദിഅതു, മുബ്തദിഉകൾ നിഷേധിച്ചിരിക്കുന്നു, പുത്തൻവാദികൾ അതായത് പുത്തൻവാദികൾ അന്നത്തെ പുത്തൻവാദി ഈ മുഅ്തസിലികളാണ്. അവർ നിഷേധിച്ചു ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ. വസഅമു, അവർ വാദിക്കുന്നത് അന്നഹു യഹുത്തു മൻസിബൻ നുബുവത്തി വയുശക്കിക്കു ഫീഹാ, നുബുവത്തിൻ്റെ സ്ഥാനം ഇല്ലാതാക്കാനും അത് സംശയം ജനിപ്പിക്കാനും ഇത് കാരണമാകും എന്നാണ് അവർ പറയുന്നത്. ഖാലു, അവർ പറയുന്നു വകുല്ലു മാ അദ്ദ ഇലാ ദാലിക ഫഹുവ ബാത്തിലുൻ, നബിയുടെ നുബുവത്തെ സംശയിപ്പിക്കാൻ ഇടയാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാത്തിലാണ്, അതുകൊണ്ട് ഈ ഹദീസ് അതിനിടയാക്കുന്നുണ്ട്, ഈ ഹദീസ് സ്വീകാര്യമല്ല എന്നവർ പറയുന്നു. വസഅമു, അവർ വാദിക്കുന്നു അന്ന തജ്വീസ ഹാദ യഅദിമു സിഖത ബിമാ ശറഅഹു മിന ശറാഇഇ, ഈ ഹദീസ് ഈ പറഞ്ഞ കാര്യം അനുവദനീയമാണ് എന്ന് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ശരീഅത്ത് നിയമങ്ങൾക്ക് എന്താണ് ഒരു സ്വീകാര്യതയുള്ളത്? ഇത് യഹ്തമിഉ അലാ ഹാദ, ഇതുപ്രകാരം സാധ്യതയുണ്ടല്ലോ. അന്നഹു യുഖയ്യലു ഇലൈഹി അന്നഹു യറാ ജിബ്രീല വലൈസ ഹുവ സമ്മ, ജിബ്രീലിനെ കണ്ടുവെന്ന് നബിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞൂടെ, ജിബ്രീൽ അവിടെ ഇല്ലായിരുന്നു. വഅന്നഹു യൂഹ ഇലൈഹി ബിശൈഇൻ വലം യൂഹ ഇലൈഹി ബിശൈഇൻ, വഹി ലഭിച്ചു എന്ന് നബിക്ക് തോന്നി, വഹി ലഭിച്ചിട്ടില്ല എന്നൊക്കെ ആൾക്ക് വാദിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് മുബത്തദിഉകൾ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇമാം മാസിരി പറഞ്ഞു വഹാദാ കുല്ലുഹു മർദൂദുൻ, ഈ വാദങ്ങളൊക്കെ തള്ളപ്പെട്ടതാണ്, ഒന്നും ന്യായമല്ല, ഈ ന്യായങ്ങളും ന്യായമായി അംഗീകരിക്കാൻ പറ്റുകയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ ആ ന്യായത്തിനെല്ലാം അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര വ്യക്തമായി മുബത്തദിഉകൾ കൊണ്ടുവന്നൊരു വാദത്തെ അഹ്ലുസുന്ന ഖണ്ഡിച്ചു പോയൊരു കാര്യമാണിത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ ഈ വിഷയം വിശദമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട്, കിതാബു തിബ്ബ് എന്ന ഭാഗത്ത്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ചില സംഘങ്ങൾ ഈ ഹദീസ് നിഷേധിക്കാൻ വരുന്നു. നിഷേധിക്കാനുള്ള കാലം ജഹ്ലം മിൻഹും, അവിടെ അറിവില്ലായ്മയാണ് നിഷേധിക്കാനുള്ള കാരണം. മാത്രവുമല്ല ഈ മറുപടികളൊക്കെ പറഞ്ഞതിന് ശേഷം, ഈ പറയപ്പെട്ട ഖണ്ഡനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇതിൽ ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നിടത്ത് കാണാം
ഈ പറയപ്പെട്ട ന്യായങ്ങൾ അതിനുള്ള മറുപടികൾ എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വസ്തുത എന്നും ഹദീസിൽ വന്നത് ഇത്രയേ ഉള്ളൂ എന്നും സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഫലാ യബ്ഖ അലാ ഹാദാ ലിൽ മുൽഹിദി ഹുജ്ജത്തുൻ. ഇനി ഇത് പ്രകാരം ഈ മുൽഹിദിന്, മുൽഹിദ് പറഞ്ഞാൽ നിരീശ്വരവാദി പക്ഷേ അർത്ഥം വെക്കുക, ഈ നിരീശ്വരവാദിക്ക് ഒരിക്കലും ഇതിൽ തെളിവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ദീർഘവീക്ഷണമാണ് ഈ ഹദീസ് നിഷേധം എത്തിപ്പെടുക ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്കാണ്. കാരണം നബിയുടെ നുബുവത്തെ സംശയിക്കേണ്ടി വരുന്നു, ഹദീസ് സംശയിക്കേണ്ടി വരുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഖുർആൻ സംശയിക്കേണ്ടി വരുന്നു, അവസാനം പടച്ച റബ്ബിനെ തന്നെയും സംശയിക്കുന്നത്. മുഅ്തസിലകൾ എത്തിയിട്ടുണ്ട്. മുഅ്തസിലാക്കൾ ചില ഹദീസുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് സംവാദം നടന്നപ്പോൾ ചരിത്രത്തിൽ കാണാൻ മുഅ്തസിലാക്കൾ നേതാവുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഈ ഹദീസ് ഞാൻ സ്വീകാര്യമല്ല. ഇതിലെ സനദിലെ ഓരോരുത്തരെടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ സനദിൽ ആരാണ് താങ്കൾക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ റിപ്പോർട്ടറിനോട് നേർക്കുനേരെ വന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ ആ സനദ് അദ്ദേഹം പറഞ്ഞപ്പോയിട്ട് അദ്ദേഹം പറയാണ് ഇനി പ്രവാചകൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്ന് നബി എന്നോട് പറഞ്ഞാലും ഞാൻ പറയും ഇത് ഞാൻ അംഗീകരിക്കില്ല. ഇനി അള്ളാഹു തആല എന്നോട് പറയാണ് ഞാൻ നബിക്ക് വഹയി കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഞാൻ പറയും പഠിച്ചോനെ അത് അംഗീകരിക്കാൻ ഞാനും നീയും തമ്മിൽ ബാധ്യതയില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുമെന്ന് വരെ അന്ന് പറയുന്നിടത്തേക്ക് മുഅ്തസിലകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിവിടെ മുൽഹിദ് എന്ന പദം പ്രയോഗിച്ചത്. അപ്പോൾ ഒരു ഹദീസ് നിഷേധിക്ക് യഥാർത്ഥത്തിൽ ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും എന്ന് മുൻഗാമികൾ ദീർഘവീക്ഷണം ചെയ്യുകയും അവർ അങ്ങനെ തന്നെ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം വലിയ അപകടത്തിലേക്ക് ഈ ആളുകളെ എത്തിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആളുകളത് പഠിക്കാൻ അവർ തയ്യാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ സംവാദക്കിരുന്ന് കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വലിയ വെളിച്ചം നൽകും ഇൻഷാ അല്ലാഹ്. അതെല്ലാവരും ആത്മാർത്ഥമായിട്ട് കാണാനും പഠിക്കാനും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രമാണങ്ങളെ നിഷേധിക്കുന്നത് വലിയ ദുരിതങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നമ്മളെ എത്തിക്കുമെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം.